ഇതിലപ്പുറം എന്ത് ലക്ഷ്യമാണ് കേരളത്തിൽ കാണുന്നത് അയ്യപ്പ സംഗമത്തിലൂടെ? അതുകൊണ്ട് സുരേഷ് കുമാർ പറയുന്നത് അച്ചട്ടാണ് അയ്യപ്പ സംഗമം ലക്ഷ്യം കണ്ടിട്ടുണ്ട്. ഫ്ലാഷ് ബാക്ക്. പിണറായി വിജയന്റെ ലക്ഷ്യം ഒറ്റ ലക്ഷ്യമുള്ളൂ, പണം ഉണ്ടാക്കുക എന്നുള്ള മാത്രമാണ്. അതിപ്പോ ആ ലക്ഷ്യം കണ്ടിട്ടുണ്ട്. ആ ലക്ഷ്യം കണ്ടതിന്റെ പ്രശ്നമാണ് ഇപ്പോൾ കോടതിയിലേക്ക് വന്നിരിക്കുന്നത്. 8 കോടി രൂപ 600 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് ചെലവാക്കാൻ, ആ പരിപാടി കോൺക്ലേവ് നടത്തിയ 10,000 മേലെ ആൾക്കാരെ വിളിച്ച് നടത്തിയ ആ പരിപാടിക്ക് 8 കോടി രൂപ. അപ്പൊ കൈയിട്ട് വാരുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് പിണറായി വിജയനും ഈ സർക്കാരിനും ഉള്ളത്. ആ ലക്ഷ്യം കണ്ടിട്ടുണ്ട്. സുരേഷ് കുമാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അതല്ല ഉദ്ദേശം. പിന്നെ രണ്ടാമത്തെ കാര്യം, സമൂഹത്തിന് ലക്ഷ്യം കണ്ടിട്ടുണ്ടോ? സമൂഹത്തിനും അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം കണ്ടിട്ടുണ്ട്. കാരണം ആ അയ്യപ്പ സംഗമത്തോടു കൂടിയാണ് ഇവർ പുരോഗമനവാദം എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണെന്നുള്ളതും 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്നൊക്കെ പറയുന്നത് വെറും ഗിമ്മിക്കാണെന്നും നിലപാടെന്ന് പറയുന്നത് എന്താണെന്നറിയാതെ വോട്ടിന് വേണ്ടി ഏത് തരം പണിയും കാണിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് ഇന്ന് ഇടതുപക്ഷമല്ല, ഇവർ വലതുപക്ഷമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയത് അയ്യപ്പ സംഗമത്തോടുകൂടിയാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അവരും ലക്ഷ്യം കണ്ടു. അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണ്ടത്. അപ്പൊ ജനങ്ങൾ അതിന്റെ ലക്ഷ്യം കണ്ടിട്ടുണ്ട്. അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം ജനങ്ങൾ കണ്ടു. അതുകൊണ്ട് 530 പഞ്ചായത്ത് UDF കൊടുത്തു. തകർന്ന് തരിപ്പണമായി 200 ജില്ലാനും പഞ്ചായത്ത് സീറ്റവന്റെ കയ്യിൽ നിന്ന് പോയി. ഇതിലപ്പുറം എന്ത് ലക്ഷ്യമാണ് കേരളത്തിൽ കാണുന്നത് അയ്യപ്പ സംഗമത്തിലൂടെ? അതുകൊണ്ട് സുരേഷ് കുമാർ പറയുന്നത് അച്ചട്ടാണ് അയ്യപ്പ സംഗമം ലക്ഷ്യം കണ്ടിട്ടുണ്ട്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.